നമസ്കാരം മോംസ്. ഡെലിവറി കഴിഞ്ഞ് വയർ കുറയുന്നില്ല. എത്ര ശ്രമിച്ചാലും ബെല്ലി ഫാറ്റ് പോകുന്നില്ല. ഇത് പല ന്യൂ മോംസിനും ഉണ്ടാകുന്ന കോമൺ പ്രശ്നമാണ്. ഇന്ന് ഈ വീഡിയോ ഡെലിവറി കഴിഞ്ഞ് വയർ എങ്ങനെ സേഫായി കുറക്കാം, എപ്പോഴാണ് എക്സസൈസ് തുടങ്ങേണ്ടത്, സി സെക്ഷൻ മോംസ് ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എൻഡ് വരെ കാണുക. ഡെലിവറി കഴിഞ്ഞ് വയർ കുറക്കാൻ വൈകുന്നതിന് പല കാരണങ്ങളുണ്ട്. യൂട്രസ് 10x സൈസ് വരെ എക്സ്പാൻഡ് ആവും. തിരിച്ച് നോർമൽ സൈസ് ആകാൻ 6 മുതൽ 8 ആഴ്ച വരെ എടുക്കും. ഹോർമോണൽ ചേഞ്ചസ് കാരണം ബോഡി വാട്ടർ ആൻഡ് ഫാറ്റ് സ്റ്റോർ ചെയ്യും. അബ്ഡോമിനൽ മസിൽസ് വീക്ക് ആകുന്നതും ഒരു കാരണമാണ്. ഉറക്കക്കുറവ്, സ്ട്രെസ്, കോർട്ടിസോൾ ഇൻക്രീസ് കാരണവും ബെല്ലി ഫാറ്റ് ഡെപ്പോസിറ്റ് ആകും. സോ ഇത് നോർമലാണ്, സ്ലോ പ്രോഗ്രസീവ് ആണ്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന 6 ടിപ്സുകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമതായി ബ്രസ്റ്റ് ഫീഡിംഗ്. ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്താൽ ശരീരം ദിവസം 400 മുതൽ 600 കാലറീസ് വരെ ഉപയോഗിക്കും. ഇത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നാച്ചുറലി ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമതായി ജെന്റിൽ എക്സസൈസസ്. നോർമൽ ഡെലിവറി ആയവരാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 2 ആഴ്ച വാക്കിംഗ്, ഡീപ് ബ്രീത്തിങ് ചെയ്യാവുന്നതാണ്. 2 മുതൽ 6 ആഴ്ച മുതൽ പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യാവുന്നതാണ്. 6 ആഴ്ചയ്ക്ക് ശേഷം ലൈറ്റ് ആയിട്ടുള്ള കോർ വർക്കൗട്ട്സ് ചെയ്യാവുന്നതുമാണ്. സി സെക്ഷൻ മദർ ആണെങ്കിൽ 6 to 8 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറുടെ സമ്മതത്തോടു കൂടി മാത്രം എക്സസൈസ് തുടങ്ങുക. പെൽവിക് ടിൽസ്, ബ്രിഡ്ജസ്, ഹീൽ സ്ലൈഡ്സ്, കാറ്റ് കൗ, ഡീപ് കോർ ബ്രീത്തിങ് ഇതൊക്കെ പോസ്റ്റ്പാർട്ടം ബെസ്റ്റ് എക്സസൈസുകളാണ്. ഹെവി ആബ്സ് വർക്കൗട്ട്, ക്രഞ്ചസ് 3 മാസം വരെ ഒഴിവാക്കണം. മൂന്നാമതായി ബെല്ലി ബൈൻഡിങ്. ബെൽറ്റ് ഇമ്മീഡിയറ്റ് ഫാറ്റ് കുറയ്ക്കില്ല, ബട്ട് പോസ്ചർ സപ്പോർട്ട് ചെയ്ത് അബ്ഡോമിനൽ മസിൽസ് സ്ട്രോങ് ആക്കാനും സഹായിക്കുന്നു. നോർമൽ ഡെലിവറി ആയവർ 2 ആഴ്ചയ്ക്ക് ശേഷവും സി സെക്ഷൻ ആയവർ 6 to 8 ആഴ്ചയ്ക്ക് ശേഷം ബെൽറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. നാലാമതായി ഹെൽത്തി ആൻഡ് ക്ലീൻ ഈറ്റിംഗ് ഹാബിറ്റ്. പോസ്റ്റ്പാർട്ടം മോംസ് വെയിറ്റ് ലോസ് ചെയ്യാൻ സ്ട്രിക്റ്റ് ഡയറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷേ ക്ലീൻ ഈറ്റിംഗ് ഹാബിറ്റ് ഫോളോ ചെയ്യുക. പ്രോട്ടീനായി എഗ്ഗ്, ഫിഷ്, ചിക്കൻ, ലെറ്റീസ്, ഫൈബറിനായി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കാർബ്സിനായി റാഗി, ഓട്സ്, വീറ്റ്, ഹെൽത്തി സ്നാക്സിനായി നട്ട്സ് ആൻഡ് സീഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. 2 മുതൽ 3 ലിറ്റർ വെള്ളവും കുടിക്കാൻ ശ്രമിക്കണം. ബേക്കറി ഐറ്റംസ്, ടു മച്ച് ഷുഗർ, ഫ്രൈഡ് ഫുഡ്, സ്നാക്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അഞ്ചാമതായി സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് കൺട്രോൾ. പ്രോപ്പർ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക. ബേബി ഉറങ്ങുമ്പോൾ ചെറിയ നാപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഡീപ് ബ്രീത്തിങ് ചെയ്യുക. ഡെയിലി 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. ഇതൊക്കെ സ്ട്രെസ് കുറക്കാനും സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ആറാമതായി ഗീവ് യുവർ ടൈം ഫോർ യുവർ ബോഡി. നിങ്ങളുടെ ബോഡിക്ക് ഹീൽ ചെയ്യാനുള്ള ടൈം കൊടുക്കുക. ഡെലിവറിക്ക് ശേഷം ഫുൾ റിക്കവറിക്കായി 3 മുതൽ 6 മാസം വരെ സമയമെടുക്കും. ചില അമ്മമാർക്ക് 1 വർഷം വരെ സമയമെടുക്കാം. എല്ലാവരുടെയും ശരീരപ്രകൃതം വ്യത്യാസമാണ്. അതനുസരിച്ച് ബോഡി പഴയതുപോലെ റിക്കവറി ആവും. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ: ക്രാഷ് ഡയറ്റ്, ഹെവി ആബ്സ് വർക്കൗട്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇത് ഒന്നും ഓവർനൈറ്റ് മാറ്റം സംഭവിക്കില്ല. പക്ഷേ 10 മിനിറ്റ് വാക്കിംഗ് ഇന്ന് ചെയ്യുമ്പോൾ നാളെ അത് 15 മിനിറ്റ് ആകാം. നിങ്ങളുടെ ശരീരം 9 മാസം ഒരു കുഞ്ഞിനെ വഹിച്ച് അത്ഭുത ശേഷിയുള്ളതാണല്ലോ. അതുകൊണ്ട് മാറ്റം വരാൻ കുറച്ച് സമയമെടുക്കുന്നത് സ്വാഭാവികമാണ്. വണ്ണം കുറക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ എനർജി, കോൺഫിഡൻസ്, ഹെൽത്ത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പ്രഗ്നൻസി, ന്യൂ ബോൺ കെയർ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.